നമ്മുടെ നാട്ടിലെ പേപ്പർ ചോരും, വോട്ട് ചോരും, അമ്പലം ചോരും, എം പിമാർ ചോരും, MLA മാർ ചോരും. എന്നാലും ചോരാത്ത ഒരു സാധനമുണ്ട്. അതെന്താ നിങ്ങൾക്കറിയോ? നമ്മുടെ വിശ്വഗുരുവിൻ്റെ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ചോരൂല എന്നായിരുന്നു ഇത്രയും കാലം എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഇന്നലെ അതങ്ങോട്ട് ചോർന്നു. അതായത് രാജ്യത്ത് എന്ത് തോന്നിവാസം നടന്നു കഴിഞ്ഞാലും മൗനി ബാബനെ പോലെ മിണ്ടാണ്ടിരിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പോവാം അങ്ങ് വിദേശ ടൂറിന് എന്നുള്ള ചിന്തയിൽ കൂടെ പോയിരുന്ന ബാബയുടെ അണ്ണാക്കിൽ ഇന്നലെ ഒരു വെട്ടിപൊട്ടി. ആ പൊട്ടിയതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ രാഹുൽ ഗാന്ധിനൊക്കെ നിലത്തിഴച്ച്, പ്രിയങ്ക ഗാന്ധിനെയൊക്കെ നിലത്തിഴച്ചെടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടു. അത് ഞാൻ ഈ പറഞ്ഞ ആ ഒരു കോൺഫിഡൻസിൻ്റെ ചോർച്ചയാണ് നമ്മൾ കണ്ടത്. വീടിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുക എന്നല്ലാതെ പാർലമെൻറ്റിലോട്ട് വരാനോ അല്ലെങ്കിൽ അവിടെ വന്ന് വാ തുറക്കാനോ പറ്റാത്ത ഒരവസ്ഥ. ആകെ നീറ്റ് എക്സാമിൻ്റെ ക്രമക്കേടുകളെപ്പറ്റി സംസാരിച്ചതിന് ഒരു മറുപടി കൊടുത്തത് 3 മാസം കഴിഞ്ഞിട്ട് ആ തിരുവാ ഒന്ന് തുറന്നത് ഇന്നലെ BJPയുടെ പാർട്ടി മീറ്റിങ്ങിൽ. അതല്ലാണ്ട് പാർലമെൻറ്റിൽ വാ തുറക്കാൻ പറ്റിയില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ സ്പീക്കറെ കണ്ട് ഇത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സ്പീക്കർ ചെയ്യാം തംസപ്പ് കൊടുത്ത് വിട്ടു. അത് കഴിഞ്ഞിട്ട് 12 മണിക്ക് വീണ്ടും നമ്മുടെ സഭ കൂടിയ സമയത്ത് സ്പീക്കർ അങ്ങോട്ട് വരിക പോലും ചെയ്തില്ല. അമ്മാതിരി പേടി തൊണ്ടന്മാർ, പേടി തൂറി മെഴുകുന്ന പാർട്ടി ഭരിക്കുന്ന മഹാരാജ്യം. അതാണ് ഇപ്പോൾ നമ്മളൊക്കെ ജീവിക്കുന്ന ഇന്ത്യ. CJPയുടെ പ്രൊട്ടസ്റ്റ് തുടങ്ങിയ നാൾ മുതലേ നമ്മുടെ നാട്ടിലെ ഗോദി മീഡിയകളും പിന്നെ നമ്മുടെ നാട്ടിലെ വർഗീയ കോമരങ്ങളും പിന്നെ ഒരു ബോധവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത പട്ടിണി പാവങ്ങളായിട്ടുള്ള സംഘപരിവാണങ്ങളും ഒറ്റടിക്ക് ഇരുന്ന് പറഞ്ഞതായിരുന്നു CJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ആൻറ്റി ഇന്ത്യൻ, പാകിസ്ഥാനി ഫണ്ടഡ്, ബംഗ്ലാദേശി പീപ്പിൾ, ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് എന്തോ ഒരു സാധനമാണെന്നാണ് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന്. 3 മാസമായിട്ടും ആ കണ്ടുപിടിച്ച സാധനം ഇതുവരെ തെളിയിക്കാൻ ഈ പറഞ്ഞ ഒരു ഇൻ്റലിജൻസിനും പറ്റിയിട്ടില്ല. ഇത് പാകിസ്ഥാനി ഫണ്ടാണെന്നും അല്ലെങ്കിൽ ബംഗ്ലാദേശി ആൾക്കാരാണ് ഇതിലുള്ളതും ഇതിൽ നുഴഞ്ഞു കയറിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞതിൽ ഇതുവരെ എന്തോ നമ്മുടെ ഇന്ത്യൻ്റെ ഈ പറഞ്ഞ BJPയുടെ ഇൻ്റലിജൻസിന് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവരെ എതിർക്കാനോ അല്ലെങ്കിൽ അവരെ ബാൻ ചെയ്യാനോ ഇതുവരെ നമ്മുടെ ഗവൺമെൻറ്റിന് പറ്റിയിട്ടില്ല. ഇനി ആ കൂട്ടത്തിലോട്ട് ഈ പറഞ്ഞ ഇന്നലെ പോലീസിന് പകരം അല്ലെങ്കിൽ പട്ടാളത്തിന് പകരം BJP ഗുണ്ടകൾ ഇറക്കിയ പോലെ ഈ പാർട്ടിയുടെ കൂട്ടത്തിലോട്ട് അല്ലെങ്കിൽ CJPയുടെ കൂട്ടത്തിലോട്ട് ഈ പറഞ്ഞ വല്ല ഇന്ത്യൻ BJP പാകിസ്ഥാനികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘപരിവാർ ബംഗ്ലാദേശികളുണ്ടെങ്കിൽ കുത്തിക്കയറ്റി വിടേണ്ടി വരും. അങ്ങനെ ഒരു ചാപ്പ ചാർത്തി കൊടുക്കാൻ അതേതായാലും ഇപ്പം കഴിയില്ല എന്ന് മനസ്സിലായി. തുടക്കം മുതൽ പറഞ്ഞ സകല സംഘപരിവാണങ്ങളും ഇപ്പം അത് മിണ്ടുന്നില്ല. ഇപ്പം ഇനി അവർ അതിലോട്ട് ജിഹാദികളെ കുത്തിക്കയറ്റാൻ നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഖലിസ്ഥാനികളെ കുത്തിക്കയറ്റാൻ നോക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാർ ഇതിൻ്റെ ഇടയിലോട്ട് കുത്തിക്കയറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ ഇന്നലെ കണ്ണടിച്ചു പോയി ഇവന്മാരുടെ എല്ലാവരുടെയും. ഇന്നലെ ഒരു പാർലമെൻറ്റ് ഈ പറഞ്ഞ മാർച്ച് എന്ന് പറഞ്ഞ ഇവർ വിചാരിച്ചു ഒരു 3,000-4,000 ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് തടുക്കാൻ ഞങ്ങളുടെ ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ട്. അവിടെ പോലീസും പട്ടാളവും അല്ലട്ടെ പറഞ്ഞാൽ ഞങ്ങളുടെ ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ട്, തടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ച സ്ഥലത്തോട്ടാണ് അവിടെ 20,000 അല്ല 50,000 അല്ല 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇടിച്ചു കയറി അങ്ങ് വന്നത്. വെറുതെ ചിന്തിച്ചാൽ മതി. ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെ കയ്യിലും കൂടെ ഒരു വടിയെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഈ കാരണം സകല പോലീസിനെ അവിടെ ഇട്ട് അടിച്ചേനവന്മാർ പാർലമെൻറ്റിലോട്ട് വരെ ഒന്ന് കയറി വന്നേനെ. അത് അവർ സമാധാനപരമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവർ അതവർ നല്ല രീതിയിൽ ചെയ്തു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു സംഘത്തിലോട്ട് വന്നതാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ മറ്റ് പ്രതിപക്ഷ MP മാരും. സത്യം പറഞ്ഞാൽ അവരാരും വിചാരിച്ചിരുന്നില്ല. സത്യത്തിൽ ഇന്നലത്തെ പാർലമെൻറ്റ് സെഷനിൽ ഇത് അവതരിപ്പിച്ചു, ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു CJPയുടെ പ്രൊട്ടസ്റ്റ് ഇത്ര വലിയൊരു അവസ്ഥാന്തരത്തിലോട്ട് മാറില്ലായിരുന്നു. ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു കാര്യം വ്യക്തമായിട്ട് രാഹുൽ ഗാന്ധി ഇന്നലെ അറസ്റ്റ് ചെയ്ത് റിലീസ് ചെയ്തതിനു ശേഷം രാഹുൽ ഗാന്ധി ഒരു കാര്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിരുന്നു, രാത്രിയാണത് പബ്ലിഷ് ചെയ്തത്, ഏകദേശം ഒരു 10, 11, 12 മണിക്ക്. ഇതായിരുന്നു ആ ഒരു വേർഡിങ്സ്. This morning I went and met the speaker of the Lok Sabha and I said to him that it was ഇത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്നലെ രാവിലെ നോർമലി അതായത് പാർലമെൻറ്റ് സെഷൻ്റെ മുമ്പായിട്ട് ഓം ബിർളനോട് കാര്യം പറഞ്ഞു. നമുക്ക് ഈ കാര്യം നീറ്റ് എക്സാമിൻ്റെ ഇഷ്യൂസും അതുപോലെ തന്നെ നിങ്ങൾ ഇന്നലെ അവിടെ BJP പ്രവർത്തകരും ഈ പറഞ്ഞ BJP അന്തം ബാണങ്ങളും കൂടെ
പോലീസും കൂടെ ഈ പറഞ്ഞ CJP-ക്കാരെ അടിച്ചതിനെ പറ്റി സംസാരിക്കണം, അത് പാർലമെന്റിൽ ഉന്നയിച്ച് സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ഓം ബിർള നമ്മുടെ സ്പീക്കർ പറഞ്ഞു, ഞാനത് ഗവൺമെന്റിന്റെ അടുത്ത് അപ്രൂവൽ വാങ്ങിച്ചിട്ട് നമുക്ക് ഉച്ച കഴിഞ്ഞ സെഷനിൽ സംസാരിക്കുക എന്നും പറഞ്ഞിട്ട് മുങ്ങില്ല. പിന്നെ 12 മണിക്ക് വീണ്ടും പാർലമെന്റ് ഓപ്പൺ ചെയ്തതിൽ സെഷൻ തുടങ്ങാൻ നേരത്ത് ഓം ബിർള ആ വഴിക്ക് വന്നതുമില്ല, ഗവൺമെന്റ് അതിനുള്ള അപ്രൂവൽ കൊടുത്തതുമില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു പാർലമെന്റ് സ്തംഭിച്ച അവസ്ഥയിലോട്ട് പോയി. പാർലമെന്റ് പറഞ്ഞാൽ ലോക്സഭയും രാജ്യസഭയും സ്തംഭിച്ചു പോയി ഇന്നലെ ഈ ഒറ്റ കാര്യം ചർച്ചയ്ക്കെടുക്കാത്തത് കൊണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ MP-മാരും കൂടെ തീരുമാനിക്കുന്നത്, എന്താ, ഞങ്ങൾ ഈ പറഞ്ഞ ഈ CJP-ക്ക് നേരിട്ട് പോയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കും. അതായത് ഈ പറഞ്ഞ സ്ഥലത്തോട്ട് വരാണ്ട് പേടിച്ച് തൂറിയിരിക്കുന്ന പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ രണ്ടാമനായിട്ടുള്ള അമിട്ടും കൂടി പേടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അവരുടെ വീട്ടിൽ തന്നെ പോയി നമുക്ക് കാര്യം ചോദിക്കാം എന്നുള്ള തീരുമാനത്തിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയും കൂട്ടരും കൂടെ പ്രധാനമന്ത്രിയുടെ വീടിന്റെ ഗേറ്റിന്റെ മുമ്പിലോട്ട് പോകുന്നത്. അത് ഈ പറഞ്ഞ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ BJP വാണങ്ങളാരും വിചാരിച്ചിട്ട് പോലില്ല ഇങ്ങനെ സംഭവം നടക്കുന്നു. അതോടുകൂടി കാര്യം കയ്യിൽ നിന്ന് പോയിരുന്നു. ഒരു ക്യാബിനറ്റ് പദവിയുള്ള അല്ലെങ്കിൽ ഒരു ഷാഡോ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള രാഹുൽ ഗാന്ധിനെ വരെ നിലത്തഴച്ച് എഴുന്നേറ്റ് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ചെറ്റത്തരം നമ്മൾ ഇന്നലെ കണ്ടു. അതായത് എത്രത്തോളം സ്ട്രോങ് ആവുന്നില്ല. ഇത് കാണുന്ന ആളുകൾ CJP-യുടെ സപ്പോർട്ടേഴ്സ് മാത്രമല്ല, ഇത് കാണുന്ന അല്ലാത്ത യുവാക്കൾ വരെ മനസ്സിലാക്കി. അതായത് പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ മുമ്പിൽ പറയുന്ന 8Z കാര്യങ്ങൾ പരമകള്ളത്തരമാണെന്നുള്ളതും, ഇയാളെ കൊണ്ട് തീരില്ല, ഇയാളെ കൊണ്ട് നടക്കില്ല എന്നുള്ളതും, ഇയാൾ വാ തുറക്കില്ല എന്നുള്ളതും, ഇയാൾ വാ തുറക്കുകയാണെങ്കിൽ അംബാനിൻ്റെ അദാനിൻ്റെ കല്യാണത്തിന് പോയിട്ട് തിന്നാനേ വാ തുറക്കുകയുള്ളൂ എന്നുള്ളത് കൂടെ ഈ രാജ്യത്തെ സാധാരണ യുവാക്കൾക്ക് നല്ല വ്യക്തതയോടുകൂടി നിലവിടെ മനസ്സിലായി. ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ അഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഈ മന്ത്രിസഭയ്ക്കെതിരായിട്ട് ചിന്തകളും അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കും ഇനി മുതൽ എന്നുള്ള കാര്യം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ രാത്രി ഈ പറഞ്ഞ അറസ്റ്റ് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിനെയും അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിനെയും ബാക്കിയുള്ള ആളുകളൊക്കെ റിലീസ് ചെയ്തതിന് ശേഷം ഇന്നലെ ജന്തർ മന്ദറിൽ രാത്രി 12 മണി 1 മണി 2 മണി വരെയൊക്കെ ഞാനതിൻ്റെ വീഡിയോസ് ലൈവ് എടുത്ത് നോക്കുക. എത്ര ആളുകൾ, 20,000 ആളെങ്കിലും മിനിമം ആ രാത്രി അവിടെ ഇരിക്കുക. ഇത്ര സ്ട്രോങ് ആയിട്ട് ഇതിങ്ങനെ, അതായത് ഇതിൻ്റെ ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഒരു സ്ട്രോങ്നെസ് എത്രത്തോളം കൂടി വരുന്നുണ്ടെന്ന് ഓരോ മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാവുക. ഇനി ഇന്ന് രാവിലെ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ ആയതല്ലേ ഉള്ളൂ. ഇന്ന് ഈ പ്രൊട്ടസ്റ്റ് ഏത് രീതിയിലോട്ട് പോകും, ചർച്ചയ്ക്ക് തയ്യാറാവുമോ, നമ്മുടെ പ്രധാന ഗുരു വാ തുറക്കുമോ, വിശ്വഗുരു ആളെ വിട്ട് അടുപ്പിച്ചിട്ടുള്ള പ്രധാന അമിട്ട് വാ തുറക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് ഈ ഒരു പകലിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പറഞ്ഞ സംഘപരിവാണങ്ങൾ ബോധവും വിവരവും ഇല്ലാത്ത ഈ പട്ടിണി കുണ്ടന്മാർ പറയുന്നതല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്ന അറിയണമെങ്കിൽ അവിടെ ചെന്ന് അല്ലെങ്കിൽ അവിടുത്തെ വിഷ്വൽസ് കാണണം. അത് നിങ്ങൾ ഈ ഗോദി മീഡിയയിൽ കണ്ടിട്ട് കാര്യമില്ല. അതല്ലാണ്ട് സോഷ്യൽ മീഡിയകളിൽ അവിടുത്തെ ലൈവായിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് എടുത്തിരുന്നുണ്ട്. നമുക്കത് കാണാനും പറ്റും. അത് കാണുമ്പോഴാണ് മനസ്സിലാവാതെ എത്രത്തോളം ആളുകളുണ്ട്, ഏത് രീതിയിലാണ്. മോദിനൊക്കെ പച്ചത്തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. മോദിനെയും അമിത്ഷാനെയും ഒക്കെ പച്ചത്തെറി, ഇതുവരെ മോദി കേൾക്കാത്ത ടൈപ്പുള്ള തെറികളും ചെരുപ്പേറും, മോദിയുടെ ഒക്കെ ഫോട്ടോ താഴ്ത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ നടക്കുന്നു, അതിനിടിക്കുന്നു, അത് മറ്റേ കരിയോല ഒഴുക്കുന്നു, കത്തിക്കുന്നു, കോലം കത്തിക്കുന്നു, അങ്ങനെ ഒരുപാട് പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാരും നമുക്ക് മനസ്സിലായിട്ടില്ല, നമ്മൾ കാണുന്നില്ല അവിടെ നേരിട്ട്. അപ്പോൾ നിങ്ങൾ ഈ മലൻ ചാനൽ പോലത്തെ, ക്രിമി ന്യൂസ് പോലത്തെ ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഈ കുണ്ടന്മാർ പറയുന്ന ചാനലുകളല്ലാതെ അല്ലാത്ത നല്ല നല്ല ഈ വീഡിയോസ് വരുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. നിങ്ങൾ അത് ഓപ്പൺ ചെയ്താൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് പകൽ എന്ത് നടക്കും, ഏത് രീതിയിലോട്ടാണ് ഈ ഒരു സമരം മുന്നോട്ട് പോകുന്നത്, ഇനി പുതിയ എത്ര ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യും, കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്ന് ഏത് രീതിയിലായിരിക്കും ഇനി ഈ ഒരു പ്രൊട്ടസ്റ്റിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഇത് മുന്നോട്ട് ഏത് രീതിയിൽ പോകുന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴത്ത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.